ഈ മലയാള മനോരമ എന്ന് പറയുന്ന പത്രം സത്യസന്ധമായിട്ട് വാർത്തകൾ ആണ് ഇവിടെ എഴുതുന്നത് എന്ന രീതിയിലുള്ള ഒരു പൊതുബോധം കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുന്നതാണ്. ഒരു തലമുറയെ ഒരു സ്വപ്നലോകത്തേക്ക് തള്ളിയിടുകയാണ്. ഒരു സ്വപ്നലോകത്തേക്ക് തള്ളിയിടുന്നു. നിങ്ങൾക്ക് ആദ്യ വർഷം 40,000 രൂപ ശമ്പളം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60,000 രൂപ ശമ്പളം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ലക്ഷം 2 ലക്ഷം, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഇവിടെ നിന്ന് ഞങ്ങൾ US പോലുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ ഒരു തലമുറയെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ് മലയാള മനോരമ എന്ന് പറയുന്നത്. ഈ പ്രാവശ്യം VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ കേരളത്തിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിന്ന 2 ചാനലുകളാണ്. ഒന്ന് മീഡിയ 1 ചാനലും, 2 ഈ മനോരമ ചാനലും എന്ന് പറയുന്നത്. ഈ മലയാള മനോരമയെ സംബന്ധിച്ചിട്ട് മലയാള മനോരമയ്ക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, മലയാള മനോരമയ്ക്ക് കൃത്യമായ പക്ഷമുണ്ട്. അത് ജനങ്ങളുടെ പക്ഷമല്ല, അത് തികച്ചും കോൺഗ്രസിന്റെ പക്ഷമാണ്. നമസ്കാരം സാർ. ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയിലുള്ള KM ഷാജിയുടെ PM ആവാസ് യോജനയായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ വിശദീകരണത്തിന് ഇന്നൊരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിൽ ചോദ്യം ചോദിച്ച കൈരളിയുടെ മാധ്യമപ്രവർത്തകനോട് ഇദ്ദേഹം കുറച്ച് പ്രകോപിതനായിട്ട് സംസാരിച്ചു. നിങ്ങൾ പാർട്ടി മാധ്യമമല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ചോദിക്കുള്ളൂ എന്നുള്ളത് ശരിയാണ്. കൈരളിയും ദേശാഭിമാനിയൊക്കെ CPM-ന്റെ അല്ലെങ്കിൽ ഇടത് ചായ്വ് പരസ്യമായിട്ട് അല്ലെങ്കിൽ പാർട്ടി മാധ്യമങ്ങളാണ്. അപ്പോൾ പാർട്ടിയുടെ നയങ്ങൾ തന്നെയാണ് ഈ മാധ്യമങ്ങളുടെ എല്ലാം പ്രഖ്യാപിത നയം എന്ന് നമുക്കറിയാം. ഇനി മറ്റൊരു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചില സ്വതന്ത്ര മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഇപ്പോൾ മനോരമ പോലെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവയൊന്നും ഒരു പാർട്ടിയുടെയും കീഴിലുള്ളതല്ല, അല്ലാത്ത മാധ്യമങ്ങളാണ്. പക്ഷെ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ സമയവും അന്ധമായ ഇടത് വിരുദ്ധതയോ അല്ലെങ്കിൽ അമിതമായ VD സതീശൻ UDF ആരാധനയോ ഒക്കെ വെച്ച് പുലർത്തുന്ന രീതികൾ നമുക്ക് കാണാം. പക്ഷെ അത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പത്രമോ മാധ്യമമോ ഒന്നുമല്ല. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ പാർട്ടി പത്രങ്ങളായ ദേശാഭിമാനി അല്ലെങ്കിൽ കൈരളിയും ഈ സ്വതന്ത്ര മാധ്യമമായ മനോരമയൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം ശരിക്കും? അതായത് ഈ മലയാള മനോരമയെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് അതൊരു വലതുപക്ഷ മാധ്യമം തന്നെയാണ്. അവരുടെ വലതുപക്ഷ മാധ്യമത്തിന്റെ എപ്പോഴത്തെയും ശത്രു എന്ന് പറയുന്നത് ഇടതുപക്ഷ മാധ്യമങ്ങളും ഇടതുപക്ഷവുമാണ്. ഇടതുപക്ഷത്തെ നിശിതമായിട്ട് വിമർശിക്കുക എന്നുള്ളത് ഈ മലയാള മനോരമ പോലെയുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. അവരുടെ പ്രധാനപ്പെട്ട ഇര എന്ന് പറയുന്നതും ഇടതുപക്ഷവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ദേശാഭിമാനിയെ സംബന്ധിച്ചിട്ട് ദേശാഭിമാനി ഇടതുപക്ഷത്തിൻ്റെ മുഖപത്രമാണ്, പ്രത്യേകിച്ച് CPIM-ന്റെ മുഖപത്രമാണ്. CPIM-നാൽ നിയന്ത്രിക്കപ്പെടുന്ന അല്ലെങ്കിൽ CPIM നിയോഗിക്കുന്ന ആളുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന പത്രമാണ്. അവരെ സംബന്ധിച്ചിട്ട് അവരുടെ പൊളിറ്റിക്കൽ ഫൈറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ദേശാഭിമാനിയെ ഉപയോഗപ്പെടുത്തുന്നത്. അത് തീർച്ചയായിട്ടും ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ ഒരു പാർട്ടിക്ക് ഒരു മാധ്യമം ഒരു അനിവാര്യതയാണ് ഈ കാലഘട്ടത്തിൽ എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. ഇത് കൂടാതെ തന്നെ അവർ തന്നെ കൈകാര്യം ചെയ്യുന്ന ചാനലാണ് കൈരളി ചാനൽ എന്ന് പറയുന്നത്. കൈരളി പറയുന്ന വാർത്തകളിൽ പക്ഷപാതം ഉണ്ടാകാം. കാരണം അത് CPIM-ന് വേണ്ടിയിട്ട് CPIM-ന്റെ നേതാക്കന്മാർ തന്നെ രൂപീകരിച്ചിരിക്കുന്ന ഒരു ചാനലാണത്. അപ്പോൾ അവർക്കത് പറയുന്നതിന് പ്രശ്നമില്ല. അല്ല, അവരെ പാർട്ടി മാധ്യമങ്ങളായിട്ട് ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അല്ല, അങ്ങനെയാണ്. ജയ്ഹിന്ദിനെ കാണുന്നത് കോൺഗ്രസിന്റെ ചാനലായിട്ടല്ലേ? വീക്ഷണം പത്രത്തെ കാണുന്നത് കോൺഗ്രസിന്റെ പത്രമായിട്ടല്ലേ? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ജയ്ഹിന്ദിനെയും വീക്ഷണത്തെയും ഈ നാട്ടിൽ വളർത്തിയെടുക്കാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനോരമയുടെ ഒരു സ്പേസിലേക്ക് ഈ 2 മാധ്യമങ്ങളും ഇടിച്ചു കയറും. അപ്പോൾ മനോരമയുടെ ഒരു അതൃപ്തി വലിച്ച് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ആഗ്രഹിക്കാത്തതിൻ്റെ പരിണിത ഫലമാണ് വീക്ഷണത്തിൻ്റെയും ജയ്ഹിന്ദിൻ്റെയും ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഇത് വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം സംസാരിക്കുന്നതാണ് കോൺഗ്രസ്. അപ്പോൾ വലതുപക്ഷത്തിന് വേണ്ടി എന്ന് അഭിനയിക്കുന്ന ആളുകളാണ് ആര്? ഈ പറഞ്ഞ മലയാള മനോരമ എന്ന് പറഞ്ഞാൽ. എന്നാൽ മലയാള മനോരമയ്ക്ക് വലത് രാഷ്ട്രീയത്തിലെ സംഘപരിവാർ ബന്ധത്തെ തള്ളിക്കളയാൻ വേണ്ടി സാധിക്കുമോ? സംഘപരിവാറുമായിട്ട് സറണ്ടർ ചെയ്യാതെ മലയാള മനോരമയ്ക്ക് ഇന്ത്യയിൽ മാധ്യമ പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിക്കുമോ? മാമൻ മാപ്പിളയുടെയൊക്കെ വലിയ ചരിത്രങ്ങളൊക്കെ ഒരു പക്ഷേ മലയാള മനോരമ പറയുന്നുണ്ടാവാം. മലയാള മനോരമ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഒന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അഖില കേരള ബാലജന സഖ്യം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് നല്ല കാര്യങ്ങൾ അഖില കേരള ബാലജന സഖ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതായത് വിദ്യാർത്ഥികളുടെ ബാലജനങ്ങളുടെ വ്യക്തിത്വ വികസനത്തിലൊക്കെ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ഈ അഖില കേരള ബാലജന സഖ്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ മലയാള മനോരമ തന്നെ നടത്തുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളുണ്ട്. ഈ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലമുറയെ തന്നെ വഴിതെറ്റിച്ചിട്ടുള്ളതാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ സിലബസുകൾ ഔട്ട്ഡേറ്റഡ് ആണ്, നമ്മളുടെ വിദ്യാർത്ഥികൾ ഏത് കോഴ്സ് പഠിക്കണം എന്നുള്ള സെലക്ഷൻ പലപ്പോഴും അവർക്ക് പ്രശ്നമാകുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കാരണം മലയാള മനോരമ നടത്തിയിട്ടുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട്.
ഈ വിദ്യാർത്ഥികൾക്ക് ആ കരിയർ ഗൈഡൻസിൽ വെച്ച് നൽകിയിട്ടുള്ള മിസ് ഗൈഡൻസ് ഉണ്ട്. ആ മിസ് ഗൈഡൻസ് എന്ന് പറയുന്നത് എല്ലാവരും ബിടെക്കിലേക്ക് പഠിക്കാൻ പറ്റുള്ളൂ, എല്ലാവരും MBA പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ, എല്ലാവരും ഏവിയേഷൻ കോഴ്സ് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഇവർ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുന്ന കുറേ ലിസ്റ്റുമായിട്ട് കുറേ കരിയർ ഗുരുക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അത് എല്ലാവരും വളരെ പ്രശസ്തരാണ്. അവർക്ക് ഈ പൊതുസമൂഹത്തോട് പുച്ഛമാണ്. അവർ എനിക്ക് തോന്നുന്നു മറ്റേ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ വിദേശ കുത്തകളിൽ നിന്നൊക്കെ വലിയ രീതിയിൽ അല്ലെങ്കിൽ വിദേശ ഭീകരന്മാരിൽ നിന്നൊക്കെ വലിയ രീതിയിൽ പൈസ വാങ്ങിച്ചിട്ട് ഇന്ത്യയിലെ യുവത്വത്തെ അല്ലെങ്കിൽ കേരളത്തെ യുവത്വത്തെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കുന്നവരാണോ അവരെന്നുകൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ ഈ ചെറിയ കരിയർ ഗുരുക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഇവർ പറയുന്നത് ഗൂഗിളിൽ കയറിയിരിക്കും, അവിടെ കിട്ടുന്ന ഡാറ്റ എടുത്തു വെച്ചതിന് ശേഷമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ അതല്ല എങ്കിൽ വരാൻ പോകുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ 20 വർഷത്തിന് ശേഷം നമ്മുടെ ടെക്നോളജി എങ്ങനെയാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നതിനെക്കുറിച്ചോ എന്തെങ്കിലും പഠനമുണ്ടോ? നമ്മുടെ സർക്കാരിൻ്റെ ഒരു പഠനമുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, വരാൻ പോകുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ വല്ല പഠനവും ഉണ്ടോ? ഒരു പഠനവുമില്ലല്ലോ. പിന്നെ എവിടെ നിന്നാണ് ഈ കരിയർ ഗുരുക്കന്മാരുടെ കയ്യിൽ ഈ ഒരു ഡാറ്റ വരുന്നത്? ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇരുന്നിട്ടുണ്ട് പല ക്ലാസ്സുകളിലും. ഈ ക്ലാസ്സുകളിലൊക്കെ ഇവർ പറയുന്നത് ഇപ്പോഴും ബിടെക്കിന് ലക്ഷക്കണക്കിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഒരു തലമുറയെ ഒരു സ്വപ്ന ലോകത്തേക്ക് തള്ളിയിടുകയാണ്. ഒരു സ്വപ്ന ലോകത്തേക്ക് തള്ളിയിടുന്നു. നിങ്ങൾക്ക് ആദ്യ വർഷം 40,000 രൂപ ശമ്പളം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60,000 രൂപ ശമ്പളം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ലക്ഷം 2 ലക്ഷം, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഇവിടെ നിന്ന് ഞങ്ങൾ US പോലുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ ഒരു തലമുറയെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ് മലയാള മനോരമ എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൂടാതെ തന്നെ ഇവരുടെ രാഷ്ട്രീയ വാർത്തകൾ എടുത്ത് പരിശോധിക്കുക. മലയാള മനോരമയുടെ രാഷ്ട്രീയ വാർത്തകൾ എടുത്ത് പരിശോധിക്കുക. ഈ മലയാള മനോരമയുടെ രാഷ്ട്രീയ വാർത്തകൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് എന്താണ് അതിൽ ഒരു പക്ഷം പിടിച്ച് തന്നെയാണ് പറയുന്നത്. ദേശാഭിമാനി പറയുന്നത് പോലെ തന്നെ ദേശാഭിമാനിയെ സംബന്ധിച്ചിട്ട് എപ്പോഴും അവരുടെ പാർട്ടിയെ ന്യായീകരിക്കേണ്ട ആവശ്യമുണ്ട്. അവർ കൃത്യമായിട്ട് രാഷ്ട്രീയം മുമ്പോട്ട് വെച്ചിട്ട് തന്നെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അവർ പത്രങ്ങൾ അയച്ചു കൊടുക്കുന്നത്. എന്നാൽ മലയാള മനോരമ നിഷ്പക്ഷമാണ് എന്ന് പറയുകയും പരിപൂർണമായിട്ടും കോൺഗ്രസിന് അനുകൂലമായിട്ട് വാർത്താ കണ്ടന്റുകൾ ചെയ്യുകയും ചെയ്യുന്നതിലെ സാധൂകരണം എന്താണ്? അപ്പോൾ അവർ പറയേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ, അതുപോലെ മലയാള മനോരമ ചാനലിൻ്റെ കാര്യം കൂടിയാണ് പറയുന്നത്. മനോരമ ന്യൂസിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണ്? അത് തികച്ചും ഈ പ്രാവശ്യം VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ കേരളത്തിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിന്ന 2 ചാനലുകളാണ്. ഒന്ന് മീഡിയ 1 ചാനലും 2 ഈ മനോരമ ചാനലും എന്ന് പറയുന്നത്. മനോരമയും മീഡിയ 1ഉം തമ്മിൽ VD സതീശനെ പുകഴ്ത്തുന്നതിൽ മത്സരിക്കുകയായിരുന്നില്ലേ? അല്ല, മീഡിയ 1നും ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് പറയാം. മീഡിയ 1ന്റെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? മീഡിയ 1ന്റെ രാഷ്ട്രീയ ബാക്കപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലേ? ജമാഅത്തെ ഇസ്ലാമി എന്താണ് ഏതാണ് എന്ന് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് നമ്മൾ ഇന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനത്തെ ഒരു ആവശ്യമില്ലല്ലോ. പക്ഷെ മനോരമ എന്താണെന്ന് തുറന്നു കാണിക്കണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ മലയാള മനോരമ എന്ന് പറയുന്ന പത്രം സത്യസന്ധമായിട്ട് വാർത്തകൾ ആണ് ഇവിടെ എഴുതുന്നത് എന്ന രീതിയിലുള്ള ഒരു പൊതുബോധം കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുന്നതാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ വരുത്തുന്നതും നമ്മുടെ ഓഫീസിൽ വരുത്തുന്നതും എല്ലാം മലയാള മനോരമയുണ്ട്, അതോടൊപ്പം തന്നെ മാതൃഭൂമിയുണ്ട്. നമ്മൾ വാർത്തകളിലെ സത്യം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാതൃഭൂമിയെ ചൂസ് ചെയ്യേണ്ട അവസ്ഥയാണ്. അതല്ലെങ്കിൽ ദീപിക പത്രത്തെക്കുറിച്ച് പലരും പുച്ഛിക്കാറുണ്ട്. അത് നസ്രാണികളുടെ പത്രമാണ്. പക്ഷേ ദീപിക പത്രത്തിൽ വരുന്ന രീതിയിലുള്ള എഡിറ്റോറിയൽ അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു നിരീക്ഷണങ്ങൾ മറ്റു പത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ടൈംസ് ഓഫ് ഇന്ത്യക്കും ഇന്ത്യൻ എക്സ്പ്രസിനും ഒക്കെ ഒരുപാട് രാഷ്ട്രീയങ്ങളുണ്ട്. അവർക്ക് കൃത്യമായിട്ടൊരു മോഡി മീഡിയയുടെ എല്ലാ ഗുണഗണങ്ങളും അവിടെ ഉണ്ട് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മലയാള മനോരമയെ സംബന്ധിച്ചിട്ട് മലയാള മനോരമയ്ക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, മലയാള മനോരമയ്ക്ക് കൃത്യമായ പക്ഷമുണ്ട്. അത് ജനങ്ങളുടെ പക്ഷമല്ല, അത് തികച്ചും കോൺഗ്രസിൻ്റെ പക്ഷമാണ്. മുസ്ലിം ലീഗിനെതിരെ വരുന്ന കാര്യങ്ങളെ അവർ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് എഴുതും മലയാള മനോരമ. അതേസമയം കോൺഗ്രസിലെ ഒരു നേതാക്കന്മാർക്കെതിരെ വരുന്ന വാർത്ത, കേരള കോൺഗ്രസ് വലതുപക്ഷത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസുകൾക്ക് എതിരെ ഒന്നും എഴുതത്തില്ല. എന്നാൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസിനെതിരെ അതിശക്തമായിട്ട് മലയാള മനോരമ വാർത്ത എഴുതത്തില്ലേ? അതിശക്തമായിട്ട് അവർ ഗോസിപ്പുകൾ ചമയ്ക്കത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. മലയാള മനോരമ കാരണം ജീവിതം അവസാനിപ്പിച്ച എത്ര ആളുകളുണ്ടാവും? നമ്പി നാരായണൻ, ലീഡർ ശ്രീ K കരുണാകരൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാക്കിയതാരാണ്? അത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്? അന്ന് ഉമ്മൻചാണ്ടി സാറ് AK ആന്റണിക്ക് വേണ്ടിയിട്ട് അത് ചെയ്തുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ.
അതായത് കേരളത്തിന് വേണ്ടി ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള, കേരളത്തെ കേരളമാക്കി മാറ്റിയിട്ടുള്ള, അതായത് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര എയർപോർട്ട്, കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉൾപ്പെടെ, 4 വരി പാത ഉൾപ്പെടെ, സാംസ്കൃതിക യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിന് തുടക്കം കുറിച്ച ഒരാളെ റൂമറുകൾ എഴുതി, ഗോസിപ്പുകൾ എഴുതി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അന്നത്തെ രമൺ ശ്രീവാസ്തവ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ മലയാള മനോരമ എന്തൊക്കെയാണ് എഴുതി വെച്ചത്? നമ്പി നാരായണനെതിരെ എന്തെല്ലാമാണ് എഴുതി വെച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെയൊക്കെ ജീവിതം എന്തായി മാറി. ലോകം അതിനുശേഷം നമ്പി നാരായണനോട് ഒരുപാട് ഔദാര്യങ്ങൾ കാണിച്ചു, അദ്ദേഹത്തെ ആദരിച്ചു. പക്ഷെ നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുമോ? അങ്ങനെ എത്ര ആളുകളുടെ ജീവിതം മലയാള മനോരമ എഴുതി തുലച്ചിട്ടുണ്ട്. അതായത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇരയ്ക്കൊപ്പം ഇന്നേ വരെ മലയാള മനോരമ നിന്നിട്ടില്ല, വേട്ടക്കാരനൊപ്പമാണ് നിന്നിട്ടുള്ളത്. വേട്ടക്കാരനെ ന്യായീകരിക്കുന്ന ഒരു പത്രമാധ്യമ ധർമ്മമാണ് മലയാള മനോരമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മലയാള മനോരമയിലൊക്കെ ഒരുപാട് നല്ല മാധ്യമ പ്രവർത്തകരുണ്ട്, അതില്ലാതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ മുഖപത്രമായിട്ട് മാറിയിരിക്കുന്നു. അതാണ് സത്യം. ഇപ്പോൾ പല മന്ത്രിമാരും കൈരളിയുടെ മൈക്ക് കാണുമ്പോൾ തന്നെ ചോദിക്കും, നിങ്ങൾക്ക് പാർട്ടി ചാനലല്ലേ? എന്നാൽ പാർട്ടി ചാനലാണെങ്കിൽ ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ലൈസൻസ് കൊടുത്തിരിക്കുന്നതാണ് കൈരളിക്ക്. അപ്പോൾ കൈരളി സ്വതന്ത്രമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം ഇവിടെ നടത്തും. അല്ല, പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാനുള്ള ഒരു ട്രിക്ക് കൂടിയാണത്. അത് തീർച്ചയായിട്ടും അല്ലേ. ഉത്തരമില്ലാത്ത കാര്യങ്ങളാണ് കെ എം ഷാജിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വിഷയം തന്നെ എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഖ്യാപിതമായിട്ടാണ് ഈ പറഞ്ഞ ദേശാഭിമാനി CPM-ന് വേണ്ടി നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ കൈരളി ഇടതുപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്. എന്നാൽ മലയാള മനോരമ നിഷ്പക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂർണമായിട്ട് പരിപൂർണമായിട്ട് ആരെ പിന്തുണയ്ക്കുന്നു? കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു. UDF-നെ പിന്തുണയ്ക്കുന്നു പറയാൻ പറ്റത്തില്ല. കോൺഗ്രസിലെ ഒരു പ്രത്യേക വിഭാഗത്തെ പിന്തുണയ്ക്കുന്നു. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നില്ലല്ലോ, രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നില്ലല്ലോ. തൂഫാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണ് മലയാള മനോരമ ഹൈലൈറ്റ് ചെയ്യാത്തത്? മലയാള മനോരമ എപ്പോഴും എടുക്കുന്നത് എന്താണ്? വാഹന മോഡിഫിക്കേഷൻ ഇതാ റെഡി. നമ്മൾ കഴിഞ്ഞ ദിവസവും ആ വീഡിയോ കാണിച്ചതാണ്. ഇല്ലാത്ത കഥകൾ, നടക്കാത്ത കാര്യങ്ങൾ, ഇതൊക്കെ ആളുകളുടെ പൊതുബോധത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് മലയാള മനോരമ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കോൺഗ്രസിന്റെ പാർട്ടി പത്രം തന്നെയാണ് മലയാള മനോരമ. അതിനി മലയാള മനോരമ സമ്മതിച്ചേ പറ്റൂ. അതിലിരുന്ന് എഴുതുന്ന ഒരുപാട് നിഷ്പക്ഷരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ടാവാം. പക്ഷെ അവരെഴുതുന്നത് അവരുടെ അഭിപ്രായമാണോ അതോ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ അഭിപ്രായമാണോ എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നമുക്ക് ഏറെ ബഹുമാനമുണ്ട്. ഞാൻ പറയട്ടെ, പാട്ടക്കാലാവധി കഴിഞ്ഞിരിക്കുന്ന മലയാള മനോരമയുടെ എസ്റ്റേറ്റുകൾ തിരിച്ചു പിടിക്കാനായിട്ട് ധൈര്യമുണ്ടോ ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്ക്? ഒരു ചെറുവിരലൊന്ന് അനക്കാൻ സാധിക്കുമോ? ഒരു ചെറുവിരലൊന്ന് അനക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ പറയാത്ത കാര്യങ്ങളുണ്ടാവില്ല. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഉപദ്രവിച്ച് കൊല്ലും. അതായത് ദേശാഭിമാനി പോലും, ഞാൻ വീണ്ടും പറയുകയാണ്, ദേശാഭിമാനി പോലും എഴുതാൻ മടിക്കുന്ന കാര്യങ്ങൾ അതുപോലത്തെ ഒരു തീരുമാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് ദോഷം ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് ഈ പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി പോയി കഴിഞ്ഞാൽ അവരെഴുതും. ദേശാഭിമാനി എഴുതുന്നതിനേക്കാൾ കൂടുതലായിട്ട്, അതല്ലെങ്കിൽ BJPയുടെ മുഖപത്രം എഴുതുന്നതിനേക്കാൾ കൂടുതലായിട്ട്, ജനം TV പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട്. ജനം TV BJPയുടെ മാധ്യമമാണല്ലോ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രഖ്യാപിതമായിട്ട് അവർ BJPക്ക് അനുകൂല വാർത്തകൾ ചെയ്യുന്ന ചാനലാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ജനം TV BJPക്ക് വേണ്ടിയാണെങ്കിൽ കൈരളി ചാനൽ CPM-ന് വേണ്ടിയിട്ടാണ്. എന്നാൽ CPM-ന് വേണ്ടിയിട്ടല്ല, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതായത് LDF-ന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ഈ പറഞ്ഞ മനോരമ UDF-ന് വേണ്ടിയിട്ടല്ല, അത് കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ളതാണ്. കോൺഗ്രസിന്റെ മുഖപത്രമാണ് മലയാള മനോരമ എന്ന് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം. അതിൽ വരുന്ന വാർത്തകളെല്ലാം സത്യമാകണമെന്ന് നിർബന്ധമില്ല. നമ്പി നാരായണനെ ക്രൂശിലേറ്റിയിട്ടുള്ള, ശ്രീ K കരുണാകരനെ ക്രൂശിലേറ്റിയിട്ടുള്ള പത്രം തന്നെയാണ് മനോരമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിരാലംബരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ ക്രൂശിലേറ്റിയ അല്ലെങ്കിൽ ഇല്ലാതാക്കിയ ഒരു മാധ്യമമാണ് മനോരമ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മനോരമ കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെ, അതായത് മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന്റെ മാത്രം ഒരു ആരാധക വൃന്ദത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വാർത്തകൾ എഴുതിവിടുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ പൊതുസമൂഹം കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ നമ്മുടെ അഭിപ്രായത്തെയൊക്കെ വിയോജിപ്പുള്ള ആളുകളുണ്ടാവാം, അത് അവർക്ക് വിയോജിക്കാനുള്ള അവസരം അതുണ്ട്, അവർ വിയോജിച്ചോട്ടെ, അതിന് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാട് ഇതാണ്: മലയാള മനോരമ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ജനം TV BJPയുടെയും ഈ പറഞ്ഞ കൈരളിയും ദേശാഭിമാനിയും CPM-ൻ്റെയും മാധ്യമ മുഖങ്ങൾ തന്നെയാണ്.